ആദ്യ കിക്ക് അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് ആണ് എടുത്തത്. ഒരു ഗോൾ നേടി. GFT പാലക്കാടിന്റെ ആദ്യ കിക്ക്. ഇവിടെ കാണികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങരുതെന്ന് വിനീപരസ്യർ അഭ്യർത്ഥിക്കുകയാണ്. GFT പാലക്കാടിന്റെ ആദ്യ കിക്ക്. GFT പാലക്കാടിന്റെ 10ാം നമ്പർ താരം കിക്കെടുക്കും. കിക്ക് കടന്നിരിക്കുന്നു. 1-0. അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സിന്റെ രണ്ടാമത്തെ കിക്ക് എടുക്കുന്നു. ഗോൾ. അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു. 2-0. വീണ്ടും GFT പാലക്കാടിന്റെ കിക്ക് എടുക്കുന്നു. GFT പാലക്കാടിന്റെ താരം കിക്ക് എടുക്കുന്നു. ഗോൾ. GFT പാലക്കാട് ഒരു ഗോൾ നേടിയിരിക്കുന്നു. അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സിന്റെ താരം മൂന്നാമത്തെ കിക്ക് എടുക്കുന്നു. അൽഷാബ് വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു. 3-1. വീണ്ടും GFT പാലക്കാടിന്റെ താരം മൂന്നാമത്തെ കിക്ക് എടുക്കാനായിട്ട് വരുന്നു. GFT പാലക്കാട് മൂന്നാമത്തെ കിക്ക് എടുക്കുന്നു. ഗോൾ നേടിയിരിക്കുന്നു. GFT പാലക്കാട് 2 ഗോൾ നേടിയിരിക്കുന്നു. 3-2. വീണ്ടും അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് കോഴിക്കോടിന്റെ താരം കിക്ക് എടുക്കുന്നു. 4ാമത്തെ കിക്ക് എടുക്കുന്നു. ഗോൾ. അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് 4 ഗോൾ. 4-2. GFT പാലക്കാട് 4ാമത്തെ കിക്ക് എടുക്കുന്നു. GFT പാലക്കാടിന്റെ താരം 4ാമത്തെ കിക്ക് എടുക്കുന്നു. GFT വീണ്ടും ഒരു ഗോൾ നേടിയിരിക്കുന്നു. 3 ഗോൾ. 4-3. അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് 4 ഗോളും GFT പാലക്കാട് 3 ഗോളും നേടിയിരിക്കുന്നു. വീണ്ടും 5ാമത്തെ കിക്ക് എടുക്കാനായിട്ട് അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് കോഴിക്കോട്. അഞ്ചാമത്തെ ഗോളും അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് നേടിയിരിക്കുന്നു. 5-3 കളി അവസാനിക്കുകയാണ്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് കോഴിക്കോട് GFT പാലക്കാടിനെ 5-3 എന്ന സ്കോറിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അൽഷാബ് ഇന്ത്യൻ പ്ലേബോയ്സ് കോഴിക്കോട് നേടിയിരിക്കുകയാണ്.